മക്കളെ വെൽക്കം ബാക്ക്. അപ്പൊ യെസ്, നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങി. +1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അടിപൊളി. നമ്മൾ ആ ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഈ ടൈമിൽ തന്നെ മക്കളെ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ മക്കളെ? റെഡിയല്ലേ? ഒന്നുമില്ല, ഒരു സിമ്പിൾ ചലഞ്ച്, ഒരു 2 month ചലഞ്ച്. ഓക്കെ, റെഡി? ഇതാ നമ്മളിതാ ഇപ്പൊ മെയ് പകുതിയായി, മക്കൾക്ക് അറിയാലേ, മെയ് പകുതിയാണ്. നമ്മളിതാ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഇതാ ജൂൺ ജൂലൈ, ഓക്കെ, 2 മാസം. ഓക്കെ, റെഡി? ജൂൺ ജൂലൈ 2 മാസം ഉണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ നമ്മളിതാ മെയ് പകുതി മുതൽ, അതായത് ഇപ്പൊ തൊട്ട് ഈ ഒരു നിമിഷം മുതൽ നമ്മളിതാ ജൂലൈ പകുതി വരെ, ഓക്കെ, ജൂലൈ പകുതി വരെ നമുക്ക് ടൈം. ആ ഒരു 2 മാസം മക്കള് ഈ ചലഞ്ച് സെറ്റ് ആയിട്ട്, ഓക്കെ, അതായത് നമ്മളതാ ഒരു 1 year പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്കും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡി? എങ്ങനെ പഠിക്കണം അല്ലെ, സെറ്റ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് എന്താണ്, ചെറുതായിട്ട് പോലും നമുക്ക് എന്താകാൻ പാടില്ല, ഒന്ന് ഡൈവേർട്ട് ആവാൻ പാടില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഓരോ മന്ത്ലി പ്ലാനുകൾ നമുക്ക് ഇങ്ങനെ വെക്കാം, അതിനനുസരിച്ച് സെറ്റ് ആയിട്ട് പോവാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മളതാ 3 കോർ സബ്ജക്റ്റുകളിൽ ഈ ഒരു 2 മാസം, ഓക്കെ, ഈ ഒരു 2 മാസം മക്കള് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രം, ഇതൊന്നും മക്കൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ, ഓക്കെ, ആദ്യത്തെ 3 ചാപ്റ്റർ മക്കൾക്കറിയാം. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമുക്കറിയാം തിയറിയാണ്, പക്ക തിയറിയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ എന്താ പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ 3 ചാപ്റ്റർ സെറ്റ് ആയിരിക്കണം. ഓക്കെ, സെറ്റ് ആയിരിക്കണം. ജൂലൈ പകുതി ആകുമ്പോഴേക്കും സെറ്റ് ആക്കണം. ഓക്കെ, റെഡി? പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. എന്താക്കുക, അതാണ് ചലഞ്ച്. അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാം, ട്രൈ ചെയ്യാം. ഓക്കെ, മാക്സിമം എഫേർട്ട് സെറ്റ് ആക്കാം. റെഡി? ഓക്കെ അല്ലേ? അപ്പൊ അക്കൗണ്ടൻസി, എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് മക്കൾക്ക് അറിയാം ഇന്ത്യൻ എക്കണോമി, അതുപോലെ തന്നെ സ്റ്റാറ്റി. ഓക്കെ, 2 സെക്ഷനായി നമുക്കുണ്ട് പഠിക്കാറുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലിതാ നമ്മുടെ ഇന്ത്യൻ എക്കണോമിന്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, ഓക്കെ, 5 ചാപ്റ്ററുകൾ. ഓക്കെ, അതേപോലെ നമ്മുടെ സ്റ്റാറ്റിയിൽ നിന്നും ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും മക്കള് പഠിച്ചിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അയ്യോ അത് കുറെ ഉണ്ടല്ലോ എന്നാലും പേടിക്കണ്ട, സിമ്പിൾ ആണ് സാധനം. ഓക്കെ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചാപ്റ്റർ ഓരോന്നാണെങ്കിൽ കൂടി ഈ ചാപ്റ്ററുകളൊക്കെ ഓരോന്നും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് വരികയാണ്. സോ എന്താ, 2 ഓക്കെ, ഇന്ത്യൻ എക്കണോമിയിലെ ആയാലും അതുപോലെ തന്നെ സ്റ്റാറ്റിയിലെ ആയാലും ഈ ഒരു 8 ചാപ്റ്റേഴ്സ് 2 മാസം നമ്മൾ സെറ്റ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിത് മാത്രമല്ല, നമ്മൾ ഈ ഒരു 2 month ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൂടുതൽ സെറ്റായി നമ്മൾ പഠിക്കും. പക്ഷേ മക്കള് പച്ചവെള്ളം പോലെ സെറ്റാക്കി വെക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, റെഡി? ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ പഠിച്ച് സെറ്റാക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ബിസിനസ് സ്റ്റഡീസിലും. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓക്കെ, അതിലെ 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ചലഞ്ചിന് മക്കൾക്ക് മുന്നിലുള്ളത് 2 മാസമാണുള്ളത്. 2 മാസം, ഇത് കുറവല്ല, ഇത് കൂടുതലാണ് ശരിക്കും. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിച്ചാല് 2 മാസത്തെ ഒന്നും ഇല്ല ഈ ചാപ്റ്റേഴ്സ് ഒന്നും. കാരണം നമുക്കറിയാം +1 എന്ന് പറഞ്ഞാല് അത്രയ്ക്കും ബേസിക് കാര്യങ്ങളാണ്. കാരണം അത് കൊമേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് സ്ട്രീമിൽ ഓരോ സബ്ജക്റ്റും മക്കൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് അത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ഓരോന്നിനും പഠിക്കാനുള്ളത്. ഓക്കെ, അത്രയ്ക്കും സിമ്പിൾ ആണ്. ഓക്കെ, റെഡി? അപ്പൊ അത് പഠിക്കാൻ എന്ത് വേണ്ട, ഇത്രയും ഒരു ടൈം വേണ്ട. പക്ഷെ ഈ ടൈമിൽ മക്കൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഓണം എക്സാം വരുന്നുണ്ട് അല്ലെ? ഏകദേശം നമുക്ക് ഒരു ഓഗസ്റ്റ് പകുതി ആ ടൈമിലായിരിക്കും നമുക്ക് ഓണം എക്സാം ഉണ്ടാവുക. സോ നമ്മൾ ഇതൊക്കെ ഈ ഒരു ചലഞ്ച് എത്ര വരെയാ? ജൂലൈ പകുതി വരെയാണ്. ഓക്കെ, ജൂലൈ പകുതി വരെയാണ്. റെഡി? ഈ ജൂലൈ പകുതി കഴിഞ്ഞ് നമുക്ക് ഓഗസ്റ്റിൽ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് 1 month അവിടെ ഗ്യാപ്പ് വരും. 1 month അവിടെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് മതി. ആ ഗ്യാപ്പാണ് നമുക്ക് എന്ത് വേണ്ടത്, ആ ഓണം എക്സാമിന് റിവൈസ് ചെയ്യാനുള്ള ഗ്യാപ്പ്. ഓക്കെ, പക്ഷെ ആ റിവൈസ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാവരുത്. ജൂലൈ 15 ആകുമ്പോഴേക്കും റിവൈസ് ചെയ്യാൻ ഒന്നും ഉണ്ടാവരുത്.
ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സബ്ജക്റ്റുകളിലെയും നമ്മൾ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ച കാര്യം നമ്മൾ വെറുതെ ഇരുന്ന് റിവൈസ് ചെയ്യാതിരിക്കണം. എപ്പോ ഓണം എക്സാമിന്റെ ആ തൊട്ടടുത്തുള്ള ആ ഒരു മാസം, അതായത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള ആ ഒരു ടൈം. ഓക്കെ, പഠിച്ച് അത്രയ്ക്കും അറിയുന്ന കാര്യങ്ങൾ വെറുതെ നമ്മൾ പിന്നെ നോക്കാം, അങ്ങനെയായിരിക്കണം. ഓക്കെ, റെഡി? സിമ്പിൾ ചലഞ്ച് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ആദ്യത്തെ എക്സാമിന്, അതായത് ഓണം എക്സാമിന് നമുക്ക് എന്താകണം? അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, റെഡി? അതൊന്ന് സെറ്റ് ആയി കിട്ടിയാൽ, നല്ല അടിപൊളിയായിട്ട് ഓണം എക്സാമിന് മക്കളൊന്ന് മാർക്ക് സ്കോർ ചെയ്താൽ പിന്നെ മക്കൾ ഒന്നും നോക്കണ്ട. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് മക്കൾ പഠിക്കും, ഓക്കെ, റെഡിയാണോ? റെഡി അല്ലേ? അപ്പോ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഒന്ന് കമന്റ് ഇട്ടെ. ഓക്കെ, ആക്സെപ്റ്റഡ് കമന്റ് ഇട്ടെ. നമുക്ക് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അടിപൊളിയായിട്ട്. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. ചലഞ്ച് മറക്കണ്ട, സെറ്റ് ആക്കണം. ഓക്കെ.